ക്ഷമിച്ചായിരിക്കട്ടെ. എൻ്റെ പേര് റോസ്മ സേവ്യർ. ആദ്യം തന്നെ കൃപാസനമ്മയ്ക്ക് 1000 നന്ദി. ഇങ്ങനെ ഒരു സാക്ഷ്യം എനിക്കിവിടെ പറയാൻ സാധിച്ചതിന്. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഫിയാൻസി ആൽഡ്രിന് വേണ്ടിയാണ്. ആൾ മാൾട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസം നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാൻ 3-4 ദിവസം മാത്രം ഉള്ളപ്പം മാൾട്ട VFS ഒരു മെയിൽ വന്നു, വിസ റിജക്ഷൻ ആണെന്നും പറഞ്ഞ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയർലി വിസ റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ടൈം റിന്യൂവലിന് കൊടുത്തപ്പം ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. അന്നേരം അവർ എന്തൊക്കെയോ രീതിയിൽ കൂടി അത് ശരിയാക്കി തന്നു. അങ്ങനെ ആൾ നാട്ടിൽ വന്നു. പക്ഷേ മെയ് മാസം ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു വിസ റിജക്റ്റ് ചെയ്യുകയാണ്, റീ എൻട്രൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മെയ് മാസം 15-ാം തീയതി റീ എൻട്രൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. യൂഷ്വലി ഒരു 15 ഡേയ്സ് കൊണ്ട് കിട്ടേണ്ട വിസയായിരുന്നു. പക്ഷെ 1 മാസം കഴിഞ്ഞിട്ടും കിട്ടുന്നില്ല. അവരോടൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് വിസ പ്രോസസ്സിംഗ് ആണ്, കിട്ടും തന്നെയാണ്. അപ്പോൾ ഓൾറെഡി ലീവ് എല്ലാം കഴിഞ്ഞിരുന്നു, തിരിച്ചു പോകാൻ ഒരു വഴിയില്ല. അപ്പം ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു ഏപ്രിൽ മാസം. അപ്പം എൻ്റെ വീട്ടുകാരും പിന്നെ ആകെ ഒരു സംസാരമായി തുടങ്ങി. എന്നത് വേണ്ട, ഈ ബന്ധം വേണ്ട, അങ്ങനെയൊക്കെ ഒരുപാട് ടോക്ക് തുടങ്ങി 2 ഫാമിലിയിലും. അവസാനം ഞങ്ങൾ 2 പേരും ശരിക്കും നല്ല വിഷമത്തിലായി. ഞാനിവിടെ അഖണ്ഡ ജപമാലയ്ക്ക് മുന്നേ വരുമായിരുന്നു. അപ്പോൾ ബാബുവൃദ്ധനോടാണെങ്കിലും ഞാൻ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു ഈ നിയോഗം വെച്ചിട്ട്. ഈ നിയോഗം വെക്കുമ്പോൾ ആൾക്ക് വേണ്ടി മാത്രമല്ല, വിസ തടസ്സം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അഖണ്ഡ ജപമാല ഞാൻ കൂടുന്നത് സാൽമയിൽ വെച്ചിട്ടാണ്. അപ്പം ഞാൻ അന്ന് മാതാവിനോട് ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിച്ചു. അടുത്തത് ഞാൻ വരുന്നത് 26-ാം തീയതി ആയിരിക്കും. ആ 26-ാം തീയതി ഞാൻ വരുമ്പോൾ ആള് ഒന്നെങ്കിൽ മാൾട്ടയിൽ എത്തണം, അല്ലെങ്കിൽ ആ വിസയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഒരു ഉത്തരം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അത് കൂടുമ്പോൾ ഞാനാണെങ്കിൽ ആ ലിങ്ക് ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ പുള്ളി അവിടെ ഇരുന്ന് കൂടും. അങ്ങനെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ശനിയാഴ്ച ആള് തിരിച്ച് മാൾട്ടയ്ക്ക് പോയി, വിസ കിട്ടി, മാൾട്ടയ്ക്ക് പോയി. തിങ്കളാഴ്ച ആള് ജോയിൻ ചെയ്തു. ജോലിക്കൊന്നും ഒരു പ്രശ്നം വന്നില്ല. കാരണം ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇത്രയും ഡിലേ ആകുമ്പം ജോലിക്ക് പോകുമെന്നൊക്കെ. പക്ഷെ ജോലിയൊന്നും പോയില്ല. സേഫായി മാൾട്ടയിലെത്തി ആള് ജോലിക്ക് ജോയിൻ ചെയ്തു. അതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം, ഉടമ്പടി വസ്തു ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയൊരു രോഗസൗഖ്യമാണ്. എനിക്ക് 3-4 മാസമായിട്ട് ഭയങ്കര നടുവേദനയായിരുന്നു. നടുവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ കൂടെ എനിക്ക് ആ വേദന ഉണ്ടായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. ഞാനൊരു നേഴ്സാണ്. ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് എന്നേക്കാൾ ഭാരമുള്ള പേഷ്യൻസിനെ എനിക്ക് ലിഫ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വേദന എനിക്ക് എപ്പോഴും ആദ്യം ഭയങ്കര പ്രശ്നമായിരുന്നു. ആദ്യമൊക്കെ എൻ്റെ കൂടെയുള്ളവർ കുറേ റെക്കമെൻഡേഷൻസ് തരും, ആ മരുന്ന് കഴിക്കുക, ഈ മരുന്ന് കഴിക്കുന്നൊക്കെ. ഞാൻ എല്ലാം ട്രൈ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വേദന പോകും, പിന്നെയും വേദന വരും. ഒരു 3-4 മാസം ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. ഒരു ദിവസം ഇതുപോലെ ഭയങ്കര സിവിയർ പെയിൻ ആയിട്ട് ഞാനിങ്ങനെ റൂമിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കയ്യിൽ കൃപാസനത്തിൽ തൈലം ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പം തന്നെ ഞാൻ ആ തൈലം എടുത്ത് എൻ്റെ നടുവിൽ പരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഈ വേദന ഇവിടം കൊണ്ട് എനിക്ക് നീ മാറ്റി തരണം. കാരണം എനിക്ക് ജോലിക്ക് പോകാനുള്ളതാണ്. എനിക്കൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് എൻ്റെ പേഷ്യൻസ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവർക്ക് നല്ല കെയർ കൊടുക്കണമെങ്കിൽ എനിക്ക് വേദന മാറ്റി തന്നേ പറ്റുള്ളൂ എന്ന് അന്ന് ഞാൻ ഒരേ ഒരു വട്ടം തൈലം പരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് നടുവേദന വന്നിട്ടേ ഇല്ല. ഇതുപോലെ ഒരുപാട് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എൻ്റെ കൂടെ നടന്ന് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. കൃപാസന അമ്മയ്ക്ക്, പ്രത്യക്ഷീകരണ മാതാവിനും 1000 നന്ദി.